വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും പകൽ നീറും നീലാവിതളായി മകളെ ഇവിടെ ഈ വീട്ടിലെ നമ്മുടെ അവസാനത്തെ രാത്രിയായിന്ന്. നാളെ മുതൽ അമ്മ പൂന്തോട്ടത്തിൽ പോകുന്നില്ല. എങ്ങനെ പോകും? മനസ്സിൽ തെയ്യമായി അവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. അങ്ങനത്തെ പ്രവൃത്തികളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടാവാത്തെ? എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. അതെന്തുകൊണ്ടാന്ന് എന്നോട് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് പറയിച്ചേ നീ അടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താ നീ അപർണയും തമ്മിലുള്ള ബന്ധം? പറയടാ, എന്ത് ബന്ധമാ നിങ്ങൾ തമ്മില്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഒരുപാട് ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഇനി അവളില്ലാതെ ഒരു ജീവിതമില്ല എനിക്ക്. ഉറപ്പാണോ? അങ്ങനെയെങ്കിൽ ആ നിമിഷം മുതൽ അമ്മയുമൊത്തുള്ള ജീവിതം നീ അവസാനിപ്പിച്ചോണം. അമ്മേ, ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഈ നിമിഷം എന്റെ മോൻ തീരുമാനിക്കണം. എനിക്ക് രണ്ടാളും ഇല്ല, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അപർണ. രണ്ടിലേത് വേണമെന്ന് നീ തീരുമാനിക്കണം. അമ്മേ, അവളീ നകലാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ എനിക്ക് വേണ്ടി ജീവിതം തന്നെ ഹോമിക്കാൻ നിൽക്കുന്ന അവളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? സ്നേഹത്തിന് പിന്നെ എന്ത് വിലയമ്മേ? മറ്റേതൊരു പെൺകുട്ടിയെ ചൂണ്ടി എന്റെ മോനിത് പറഞ്ഞിരുന്നെങ്കിലും അമ്മ 1000 വട്ടം സമ്മതിച്ചേനെ. ഇത് നന്ദികേടാ. പാല് തന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്നത് പോലെ. തീരുമാനിക്ക്, അമ്മ വേണോ അപർണ വേണോ എന്ന്. അപ്പോ അമ്മയെല്ലാം തീരുമാനിച്ചിട്ടായിരുന്നു? ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകിയാൽ അത് വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും. എന്റെ മോന് അമ്മ ഒരിക്കലൊരു ശല്യമാവില്ല. പക്ഷെ ഇതല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ല. അമ്മേ, എന്നെ വിട്ടിട്ട് പോകാൻ അമ്മയ്ക്ക് കഴിയോ? അമ്മേ?
എനിക്ക് അമ്മയെ വേണം. അമ്മയില്ലാതെ ജീവിക്കാൻ എനിക്കാവില്ല. അവരുടെ ആരാ എനിക്ക്? ആരുമല്ല, ആരുമല്ല അമ്മ. അയ്യോ, ഇങ്ങനൊരു പെങ്കൊച്ചോ? അച്ഛനും ഉണ്ണിമാമയും കൂടെ കൊഞ്ചിച്ച് കാണണം അവിടെ ഒരു നടത്തവും ആട്ടവും. പുള്ളിസാരി ചുറ്റിക്കൊണ്ടൊരു സുന്ദരിക്കോതുണ്ടല്ലോ അവിടെ, ആ വേലക്കാരി. അവളെ വേണം തന്നെ. അവളാ ഇതിനൊക്കെ കാരണം. അല്ല, അവളെ പറഞ്ഞിട്ടെന്താ? ഇരിക്കേണ്ടവരെ ഇരുത്തേണ്ടടത്ത് ഇരുത്തണം. കാറ് തുപ്പിക്കൊണ്ട് ഇവിടെ ഇരുന്നോ? കണ്ടവൻ കേറി കൊണ്ടുപോകുമ്പോ കാര്യം അറിയും. നിങ്ങൾ വേണ്ട സമയത്ത് നോക്കിയും കണ്ട് നിക്കാത്തതിന്റെ കുറ്റമായി ഇതൊക്കെ. ഒരാള് വക്കീലാഫീസിൽ പോകും, ഒരാള് പാടത്തും പറമ്പിൽ പോകും. പിന്നെ ആ പുള്ളിസാരിക്കാരി മാത്രം അവിടെ ഉള്ളത്. രണ്ടുപേരെയും കൂടെ മുട്ടിക്കാനേ അവള് വളം വെച്ചു കൊടുത്തു കാണും. എന്റെ അമ്മേ, ഇതറിഞ്ഞപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. വേലക്കാരുടെ മോനെ കയറി പ്രേമിക്കാന്നൊക്കെ വെച്ചാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ഓ നൊന്തു. നാട്ടിലോട്ടിറങ്ങിയൊന്ന് അന്വേഷിച്ചു നോക്ക്. രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് നടക്കുന്നതേ കണ്ടവരുണ്ട്. നീ കണ്ടോ ഭാഗ്യം അവർ കൈയും പിടിച്ച് നടക്കണേ? കണ്ടവരച്ഛ എന്നോട് പറഞ്ഞത്. അച്ഛനെന്താ വിശ്വസിക്കാൻ ഇത്ര പ്രയാസം? എല്ലാം നേരിൽ കണ്ടാലേ വിശ്വസിക്കൂ. ഇതാ ഇങ്ങനെ ഒരു സ്വഭാവം. പൂന്തോട്ടത്തിക്കാരുടെ പോക്കണം കേട് പറയുമ്പോ തുടങ്ങി ഇങ്ങനെ ചൊറിച്ചില്ല. കുറെ നേരമല്ലോ ഈ പരദൂഷണം പറിച്ചിട്ട് തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ഓ വന്നല്ല അച്ഛന്റെ പുന്നാര മോൻ. അമ്മ ഇങ്ങോട്ട് മാറി നിന്നേ, ഞാൻ അവനോട് ചോദിക്കട്ടെ. എടാ, അപ്പൂട്ടി അവനും തമ്മിൽ അടുപ്പാണെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞോണ്ട് നടക്കുവല്ലേ? പറയടാ. ആളുകൾ അതൊക്കെ പറയുന്നുണ്ട്. രണ്ടാളും കുട്ടികളല്ലല്ലോ, വേണ്ടത്ര പഠിപ്പും വിവരമൊക്കെ ഉള്ളവരും. ചിലപ്പോ ഇത്തിരി അടുത്തിടപഴകി നിൽക്കിരിക്കും. അതിനിത്ര പറയാനെന്തിരിക്കുന്നു? അയ്യടാ, ഇങ്ങനെ ഇപ്പൊ അമേരിക്കൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതല്ലേ ഉള്ളൂ. ഇവിടെ പെണ്ണുങ്ങൾ ആണുങ്ങളോട് ഒരുപാട് കൊഞ്ചാനും കൊഴയാനും പോയാ അത് കുഴപ്പം തന്നെയാ. നിനക്ക് ചുണയില്ലെന്നും പറഞ്ഞ നീ എന്തിനാ അവളെ ന്യായീകരിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അപ്പൂട്ടിയെ മോശക്കാരിയെ കരുതാൻ എനിക്കാവില്ല. അവളെ കുറിച്ച് നല്ല ധാരണകളെ എനിക്കുള്ളൂ. നിനക്ക് ചുണയില്ലെന്നും പറഞ്ഞ നീ എന്തിനാ അവളെ ന്യായീകരിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അപ്പൂട്ടിയെ മോശക്കാരിയെ കരുതാൻ എനിക്കാവില്ല. അവളെ കുറിച്ച് നല്ല ധാരണകളെ എനിക്കുള്ളൂ. തണ്ടക്ക് വളർന്നവൻ. അയ്യോ, വിശ്വേട്ടനോ? എന്താ വിശ്വേട്ടാ, ഒന്ന് വിളിച്ചു പോലും പറയാതെ? അതെന്തിനാ എന്റെ വീട്ടിൽ വരാൻ ഞാൻ വിളിച്ചു പറയുന്നേ? ജോലി കഴിഞ്ഞിറങ്ങിയപ്പോ കൃത്യമായിട്ടൊരു ട്രെയിൻ കയറിങ്ങി പോന്നു. അങ്ങോട്ടിരിക്കും വിശ്വനാഥ. അല്ല, ഒന്ന് കുളിക്കണം. തോർത്തും സോപ്പും കുളിമുറിയിലുണ്ട്. ഞാൻ എണ്ണ എടുത്തിട്ട് വരാം. വിശ്വേട്ടൻ മുറിയിലേക്ക് ചെല്ലേ. വിശ്വേട്ടാ, അച്ഛനോട് ചോദിക്കാൻ ഇതുവരെ സമയം സന്ദർഭം പിന്നെ എപ്പോഴാടി സമയം? ഒച്ച ഉണ്ടാക്കാതെ അച്ഛനും അമ്മയും കേൾക്കും. നാളെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എനിക്ക് വേണ്ടി നീ പറയണ്ട. ഓരോരുത്തർക്ക് പലിശ കൊടുക്കാനുള്ള കണക്കൊക്കെ നിനക്കറിയാലോ. ഇതൊന്നും ഞാൻ എന്റെ കാര്യത്തിന് മേടിച്ചു കൂട്ടിയൊന്നുമല്ല. ഞാൻ സീട്ട് വലിക്കൂ, കള്ളു കുടിക്കൂ, അതോ പെണ്ണും കൊല്ലം കൊണ്ട് കൊടുക്കൂ? പിന്നെന്താടി ചോദിക്കാൻ ഇത്ര മടി? വിശ്വേട്ടനെ അറിയാലോ അച്ഛന്റെ പൈസയൊന്നും ഇല്ലാന്ന്. പിന്നെന്തിനാടി സുഖവാസത്തിനാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? അജയേട്ടൻ കുറച്ച് പൈസ കടമെടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കടമെടുത്ത് തരാം, അച്ചടിച്ചു തരാന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഞാൻ പിന്നെ എന്ത് ചെയ്യും വിശ്വേട്ടാ? പിടിച്ചു പറിക്കാൻ പറ്റുമോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. പൂന്തോട്ടത്തിക്കാരാണെന്ന് വലിയ വലിപ്പത്തിൽ പറയുന്നുണ്ടല്ലോ. വിശ്വേട്ടാ, ഇത് ആവശ്യമില്ലാത്ത കുടുംബത്തെ പറയരുത്. ഞങ്ങളാരും പറ്റിക്കാൻ നടക്കുന്നവരൊന്നുമല്ല. തരാന്ന് പറഞ്ഞ തരും. ചിലപ്പോ ഇത്തിരി താമസിച്ചെന്ന് വരും. അങ്ങനെ തോന്നുമ്പോഴാണെങ്കിലേ നിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. ഒരാഴ്ചക്കുള്ളിൽ
കാശ് കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ. ആ ജോസഫ് സാറിന്റെ ക്ലാസ് ഒന്ന് കഴിഞ്ഞു കിട്ടാൻ പറ്റ പാട്. എനിക്കങ്ങ് ഉറക്കം തൂങ്ങുമായിരുന്നു. മനുഷ്യന് ഇത്ര ബോറായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂ? മനസ്സിൽ വല്ലവരെയൊക്കെ ധ്യാനിച്ചിരുന്നാലേ ഇങ്ങനെയൊക്കെ തോന്നും. സത്യം പറ, നീ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുവായിരുന്നോ? പിന്നെ അല്ലാതെ. ചുമ്മാ തരീടി. നിന്റെ മനസ്സിൽ ജോസഫ് സാറും ഇല്ലായിരുന്നു, ക്ലാസ്സും ഇല്ലായിരുന്നു. ശരിയാ, ആഗ്രഹിച്ചത് നേടിയെടുത്ത സന്തോഷത്തിലാ ഞാൻ. കുഞ്ഞുനാളിലെ മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നുകൊണ്ട് എനിക്കറിയാം സച്ചിക്ക് എപ്പോഴും ഒരു ഒഴിഞ്ഞുമാറലിന്റെ സ്വഭാവമായിരുന്നു. ഒരുപക്ഷെ പൂന്തോട്ടത്തിക്കാരുടെ സഹായം കൊണ്ടാ പഠിക്കുന്നതെന്നും ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള അപകർഷതാബോധം കൊണ്ടായിരിക്കും അവൻ എന്നോട് എപ്പോഴും ഒരു അകലെ സൂക്ഷിച്ചിരുന്നു. അത് മാറ്റാൻ ഞാൻ അവനോട് കൂടുതൽ കൂടുതൽ അടുത്തു. ആ അടുപ്പം ഞാനും അവനും അറിയാതെ പ്രണയത്തിലേക്ക് വഴിമാറി. ഒടുവിൽ അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റി. കാര്യമൊക്കെ ശരി. നീ വിചാരിക്കുന്ന പോലെ സുഖകരമായിട്ട് ഇത് മുന്നോട്ട് പോകും തോന്നുന്നുണ്ടോ? തടസ്സങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അതിനെയൊക്കെ അനുകൂലമാക്കി എടുക്കാന്ന എന്റെ വിശ്വാസം. ഇതൊന്നും നടക്കില്ല. നിന്റെ വിവാഹത്തെ പറ്റി അച്ഛനും മുത്തച്ഛന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് ശരി, എന്റെ വിവാഹത്തെക്കുറിച്ച് ഞാനല്ലേടി സ്വപ്നം കാണേണ്ടത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വീട്ടുവേലക്കാരുടെ മകനൊപ്പം ജീവിക്കാൻ അവർ സമ്മതിക്കോ? സമ്മതിക്കില്ല. അവരുടെ മനസ്സിൽ വേലക്കാരിയായിരിക്കും, പക്ഷേ എന്റെ ഉള്ളിൽ അതല്ലല്ലോ. അവരെ കൊണ്ട് സമ്മതിപ്പിക്കും ഞാൻ. നീ പറയുന്നത് പോലെ നടക്കാൻ പോകുന്നില്ല. ഇതിലും വലിയ എത്രയോ റോമിയോ ജൂലിയറ്റുമാരെ ഞാൻ കണ്ടിരിക്കുന്നു. അവരൊക്കെ പ്രേമ പാതി വഴിക്ക് ഉപേക്ഷിച്ച് വീട്ടുകാർ പറയുന്ന കല്യാണം കഴിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അതെ, അങ്ങനെയുള്ളവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. സ്നേഹത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച എത്രയോ പേരുണ്ട്. എനിക്ക് അവരിൽ ഒരാളാവാനാ ഇഷ്ടം. അപ്പോ നീ ഈ പ്രേമത്തിന് വേണ്ടി നിന്റെ അച്ഛനെയും കുറുപ്പച്ചനെയൊക്കെ ഉപേക്ഷിക്കുന്നതാണോ? ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ നിനക്ക് ഇതുപോലൊരു ബന്ധം വേണം. ഈശ്വര, ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. അതെ, നീ ഭയക്കും പോലെ ഒന്നും ഉണ്ടാവില്ല. അവരെയൊക്കെ ഞാൻ എന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. ഞാനൊരൊറ്റ മോളല്ലേടി. എത്രയായാലും എന്റെ ഇഷ്ടത്തിന് അവരെതിരി നിൽക്കുവോ? സുധാമോ, സുധാമോ, കല്ലേലി, താൻ ആരെയും വട്ടം ചുറ്റി നോക്കും? സാമനൂട്ടി, സുധാമയെ കണ്ടായിരുന്നു? ഇതുവരെ പൂന്തോട്ടത്തിൽ വന്നില്ല. അത് കൊള്ളാം. പൂന്തോട്ടത്തുകാരറിയാതെ സുധാമ പോവോ? പോയോ? എവിടെ? അമ്മയും മോനും കൂടെ രാവിലെ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ടാ പോയത്. കുറുപ്പച്ച, കുറുപ്പച്ച, കുറുപ്പച്ചോ. എന്താടോ, താൻ അവളെ കണ്ടോ? അവരവിടെ ഇല്ല. എന്താ? അവരവിടെ ഇല്ല കുറുപ്പച്ച. ഇല്ലേ? പിന്നെവിടെ പോയി? ഞാൻ എല്ലായിടത്തും നോക്കി കുറുപ്പച്ച, കണ്ടില്ല. പുറത്തോട്ടിറങ്ങിയപ്പോഴാ അയലത്തെ സൗബേലുകുട്ടി പറഞ്ഞത് പെട്ടിയും പ്രമാണം എടുത്തോണ്ട് അവർ വണ്ടി കയറി എങ്ങോട്ടോ പോയെന്ന്. വക്കീലേ, വക്കീലേ, വക്കീൽ ഇത് കേട്ടില്ലേ? എന്താ? നമ്മുടെ സുധർമ്മ വീട് വിട്ടു പോയെന്ന്.
ഇങ്ങനെ അറിയാതെയും പറയാതെയും എങ്ങോട്ട് പോയെന്ന ആരെങ്കിലും ചോദിച്ചാൽ ഒരു സമാധാനവുമില്ല. ഒന്ന് അന്വേഷിച്ചറിഞ്ഞിരുന്നെങ്കിൽ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ പോലീസ് വിളിച്ച് പറയാം. വേണ്ട വേണ്ട, ഇക്കാര്യത്തിൽ പോലീസും പട്ടാളം ഒന്നും ഇടപെടണ്ട. എന്നാലും എന്നോടൊരു വാക്ക് പറയാതെ പൊക്കളഞ്ഞില്ലേ? വെള്ളമെല്ലാം കുടിക്കണം. കുറെ നേരമായില്ലേ യാത്ര തുടങ്ങിയിട്ട്. ഒന്നും വേണ്ട. കുറുപ്പച്ചനോട് പോലും ഒന്ന് യാത്ര പറയാൻ പറ്റില്ല. ആരോരും അറിയാതെ ഓടി പോന്നല്ലേ, പിന്നെന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്ക് വിഷമമുണ്ടോ മോനെ? അമ്മയുടെ സന്തോഷം എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. എന്താ നിനക്ക് എന്താടാ എന്നെ ഒന്ന് വിളിച്ച? ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ആഹാ, എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പൂന്തോട്ടത്തിലെ മരുമോൻ എന്തിനാടാ ജോലി? അതെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. രവി, അരുവാപ്പാലത്ത് ചെന്നിട്ട് കൊക്കാത്തോട്ടിലേക്കുള്ള വഴി ആരോടെങ്കിലും ചോദിച്ചിട്ടേ പോകാവൂ. ശരി ചേച്ചി. ഞാൻ ആലോചിക്കുന്നത് സുധർമ്മ എങ്ങോട്ട് പോയിന്നാ. എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കൂടെ അച്ഛാ? കാശുള്ളൊരുത്തി കൂടെ ഉള്ളപ്പോ എങ്ങോട്ടാ പോകാൻ പാടില്ലാത്തത്? കാശുള്ളൊരുത്തിയോ? അതാരാ? മനസ്സിലാവാത്ത പോലെ നിങ്ങളുടെ പെങ്ങടെ മോള് തന്നെ. കാര്യം അറിയാതെ ഓരോന്ന് പറയരുത്. അപ്പൂട്ടി ഒപ്പം പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അച്ചാച്ചനും ഉണ്ണിമാമയെ അറിയാതെയാണ് പോയതെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും അടിച്ചോണ്ടായിരിക്കും പോയത്. അതിലൊരു സംശയമില്ല. സ്വന്തം പല്ലിയുടെ കുത്തി ഇങ്ങനെ നാറ്റാതെ ഒരുവിധ അന്തസ്സുള്ള കുടുംബത്തിലല്ലേ അമ്മയും ജനിച്ചത്. നല്ല കുടുംബത്തിൽ നായും പിറക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണെന്ന് ഇത് കേട്ടപ്പോ എന്റെ മോന് മനസ്സിലായല്ലോ. അച്ഛനും മോനും കൂടി എന്നെ മെക്കെട്ട് കയറാൻ വരല്ലേ. അമ്മ എന്തിനാ ഇങ്ങനെ വായിട്ടലിക്കുന്നത്? സ്വയം തോറ്റിട്ടോ അതോ മറ്റുള്ളവരെ തോപ്പിക്കാനോ? പല്ലുള്ള പരിച്ചിട്ട് പോയതിന്റെ ദേഷ്യം എന്നോടല്ലേ കാണിക്കേണ്ടത്? ഇനി ഹേമേച്ചിക്കൊന്നും പറയാനല്ലേ? ഉണ്ടടാ മോനെ, നീ ആ കടമെടുത്തു തരാന്ന് പറഞ്ഞ കാശ് ഒന്ന് വേഗം എടുത്തതാടാ. എല്ലാം എന്റെ മോനെ അറിയാലോ. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഈ അഭിനയം എന്നെങ്കിലും ഒരിക്കൽ പുറത്താവില്ലേ? ഹേമേച്ചി വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഒരു ചായ എടുത്തുണ്ടോ? അയ്യോ, ഇതാരും സുധക്കുഞ്ഞമ്മയോ? പെട്ടെന്നെന്താ അറിയിപ്പൊന്നുമില്ലാതെ? അറിയോ നീ ഇവനെ? പിന്നെ സച്ചിദാനന്ദ കൂട്ടൻ. അയ്യോ, എന്താ കുഞ്ഞമ്മ ഇവനെ മീശയൊക്കെ വെച്ച്? ഇന്നലെ പാളെ കിടന്ന് കയ്യും കാലിട്ട് അടിച്ച് കരഞ്ഞ പയ്യനെ. ഇങ്ങോട്ട് വാടി. കുഞ്ഞമ്മയ്ക്ക് മനസ്സിലായോളെ? ഇല്ല. നമ്മുടെ കുമ്പളങ്ങാട്ട് പപ്പുള്ള മോന്റെ മോള് മായാദേവി അമ്മ, 9ാം ക്ലാസ് ഫെയിൽസ്. ഇവിടെ ഇങ്ങനെ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടല്ലേ കുഞ്ഞമ്മേ? ജാനകിയമ്മോ, ഇതാരൊക്കെ വന്ന് നിൽക്കുന്ന നോക്കിയേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പൊ കൊമ്പ് മുറിക്കും വരും. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ സ്വഭാവം. വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. കാര്യം കൊള്ളാം. ഒരു പിടി അരി ഇല്ല അടുക്കളയില്.
സമയാവുമ്പോ കഞ്ഞിയും ചോറെന്നൊക്കെ പറഞ്ഞു വന്നാലേ മണ്ണ് വാരിട്ടരും ഞാൻ. ഓ ഒലത്തി കുറയ്ക്കാതല്ലേ കേറി പോകത്ത്. കുഞ്ഞു മാത്രം ചെൽ. പോകലെന്നുണ്ട് വണ്ടി ഓടിയേച്ച് വരുമ്പോ നന്നേക്കടാ.